മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ അല്ലേ? ഉടൻ വരുന്നു മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ. കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ട് മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടുന്ന ശക്തനായ പോരാളി മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ. റേഷനരി മറിച്ചു വിറ്റ് പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന അരി മാഫിയ ശശിക്കെതിരെ മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ ആഞ്ഞടിച്ച് അരിപ്പൊടി വിതറിക്കുന്നു. കഥ, കടങ്കഥ, നുണക്കഥ, സംഭാഷണം, സംവിധാനം റാഫി ചൂം, മെക്കാർട്ടിംഗ് ഷൂം. മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ. എന്നോട് കളിക്കല്ലേട്ടാ, ഇത് ജാക്കി മച്ചാനാണ്. ശനിയാഴ്ച രാത്രി 7 മണിക്ക് കുത്തിയിരുന്ന് കാണുക ബ്ലോക്ക് പഞ്ചായത്ത് ചലച്ചിത്രം മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ. അപ്പൊ നമ്മ പറഞ്ഞു വരുന്നത് അരി വറുത്ത കാര്യമാണ്, മനസ്സിലായ? എന്തിനാ നിങ്ങൾ എന്തുണ്ണി പറയണത്? നമ്മള് പട്ടാളക്കാർക്ക് കഞ്ഞി കുടിക്കാൻ ഒരു മണി അരിയില്ല ഈ നാട്ടില്. ഡേടി, ഞങ്ങള് പട്ടാളക്കാർക്ക് കൊണ്ടുവന്ന അരി മറിച്ച് വിറ്റത് നിങ്ങൾ നേവിക്കാരല്ല കന്നാലി. തള്ളേ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയല്ലേ. ഉവ്വ് മനസ്സിലായടാ കന്നാലി. ഇനി മേലാൽ നിങ്ങൾ അരി കടലിലൂടെ കപ്പലിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കപ്പൽ നോക്കിട്ട് ഊതി മറിക്കും. എന്നാ ഞങ്ങൾ അവിടെ വന്നില്ലെങ്കിലാ? വരണ്ടട ശവി. പിന്നെ നിങ്ങൾക്ക് വരാനുള്ളത് വൈപ്പി മൊനമ്പം വഴിയല്ലേ. അങ്ങനെ വരുമ്പോ നിങ്ങളെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വട്ടം കറക്കും, മനസ്സിലായ? പിന്നെ നിങ്ങൾ കൊച്ചി ടൗണില് അമ്മാ വെള്ളം തരണേ എന്നിട്ട് പിച്ചെടുത്ത് നടക്കും. അയ്യോ അണ്ണാ, അങ്ങനെ ചെയ്യല്ലേ, പെട്ടുപോകും. പെട്ടു പോണോടാ കന്നാലി, നീയൊക്കെ പെട്ടു പോണം. എടാ, ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കൊണ്ടുവന്ന അരി എടുത്ത് നീയൊക്കെ പായസം ഉണ്ടാക്കി കഴിച്ചില്ലേ? നാളെ യുദ്ധത്തിന് പോവാൻ നിക്കണ പിള്ളേർക്ക് ഞാൻ എവിടെ നിർത്ത് കഞ്ഞി കൊടുക്കും? തള്ളേ, നിങ്ങൾ എന്തായാലും അതിർത്തി പോയി വെടികൊണ്ട് ചാകും എന്നുള്ളത് ഉറപ്പ്. പിന്നെ കഞ്ഞി എന്തിനി? എന്റെ ദൈവമേ, എന്റെ കഞ്ഞിപ്പാത്രം കൊണ്ടാണല്ലോ അവന്മാരെ ഓടുന്നത്. എന്റെ കഞ്ഞിപ്പാത്രം സൈക്കിളെ നീ ഒറ്റ പോയി പാർക്ക് ചെയ്തോട്ടാ. ആന്റപ്പാ, എന്റെ കഞ്ഞിക്കാരി എന്താടാ? നീ തണ്ടി പേപ്പർ കൊണ്ട് കുട്ടപ്പായി കൊണ്ട് കാണിക്കും. ഗുഡ് മോർണിംഗ് സാർ. എന്റെ കഞ്ഞിയുടെ കാര്യം എന്തുട്ടണത്? റേഷൻ കാർഡ് ഉണ്ടാ? അതിന്റെ കോപ്പിയും തിരിച്ചറിയക്കാരന്റെ കോപ്പി അതിലുണ്ടല്ലോ. അത് പോരല്ല കേടി. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാ? തിരി കഞ്ഞിക്ക വേണ്ടി വരും. നിനക്കൊക്കെ കഞ്ഞി വേണമെങ്കിലേ മരണ സർട്ടിഫിക്കറ്റ് വരെ വേണ്ടി വരും. തോമസേ, എന്താ വിശേഷ? എന്താ അവന്റെ റെസ്പെക്ട്? അവനെ 2 ദിവസമായിട്ട് കഞ്ഞി കുടിച്ചിട്ടില്ല, അതിന്റെ ദേഷ്യ. ഇന്ന് നിനക്ക് കഞ്ഞി തരാട്ടാ. താങ്ക് യു സർ. 2 പാത്രം കഞ്ഞിയാണ് നീ കളഞ്ഞത്. 1 ഗോതമ്പിന്റെ, 1 അരിയുടെ. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ വന്നാൽ മച്ചാനെ തുടങ്ങിയട്ടാ. ആകാശവാണി ആരോഗ്യരംഗം. മൂക്കുമുട്ട് കഞ്ഞി കുടിച്ചിട്ട് അനങ്ങാതെ ഇരുന്നാൽ ശരീരത്ത് കൊളസ്ട്രോൾ, ഷുഗർ എന്നീ രോഗങ്ങൾ വരുവാൻ കാരണമാകും. അതുകൊണ്ട് കൈകാലുകൾ അനങ്ങി പണിയെടുക്കുന്നത് എപ്പോഴും ശരീരത്തിന് നല്ലതാണ്. ജാക്കി മച്ചാ, എന്തിനാണ് അവിടെ പ്രശ്നങ്ങൾ നടന്നത്? എന്റെ കഞ്ഞിയെടുത്താ മിലിറ്ററിക്കാരൻ കുടിച്ചു. ഒരു നേരത്തെ കഞ്ഞിയെടുത്ത് മിലിറ്ററിക്കാർ കുടിച്ചതിനാണ് ഇതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല മിലിറ്ററിക്കാരോട് ഇന്ന് ഭക്ഷണം കഴിക്കരുതെന്ന്. ഓരോ മിലിറ്ററിക്കാരും വിശുദ്ധിക്കാൻ കൊള്ളില്ല. മിലിറ്ററിക്കാരാ, നീ വാ, പുറത്തുനിന്ന് കഞ്ഞി മേടിച്ചുതരാം. കഞ്ഞി മേടിച്ചുതരാന്നോ? സത്യം പറയടാ, നിങ്ങൾ പുറത്തു പോയിട്ട് കഞ്ഞി കുടിച്ചാ? വേറെന്തുട്ടാ കഴിച്ച്? ദോശ. താൻ അറിഞ്ഞില്ലോടോ ഇവര് ദോശ കഴിക്കാൻ പുറത്തു പോയത്? ഇനി അങ്ങനെ നിങ്ങൾ പുറത്തു പോയാ നിങ്ങളെ വാച്ച് ചെയ്യുന്നത് ഇവനായിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പും പല പ്രാവശ്യം കഞ്ഞിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ കഞ്ഞി വാച്ചറാണ്. താൻ ഇയാളെ അനുസരിച്ചേ പറ്റൂ. സെല്യൂട്ട് ചെയ്യടോ ഇയാളെ. വാടവിടെ കഞ്ഞി കുടിച്ച ആണുങ്ങളെ പോലെ സെല്യൂട്ട് ചെയ്യടോ. ചട്ടി തൊപ്പി വെച്ചിറങ്ങിയിരിക്കുക ശവം.
നീ വാ, നിനക്ക് കഞ്ഞി ഞാൻ മേടിച്ചു തരാവുന്നേ, നീ വാ. വലിയ ഉപകാരടാ. എന്നാ ഇവിടുത്തെ കഞ്ഞി എന്ന് പറഞ്ഞാ ഉഗ്രം കഞ്ഞിയാ. നീ എത്ര ദിവസമായി ശരിക്കും കഞ്ഞി കുടിച്ചിട്ട്? ഒരാഴ്ചയാടാ. ഓഹോ, അത് ശരി. അപ്പൊ കഞ്ഞി കുടിക്കാറേ ഇല്ലല്ലേ? ഇനി മുതൽ ഒരു കാരണവശാലും പട്ടിണി കിടക്കേണ്ടതായി വരില്ല. എന്താണ്? അതൊക്കെ നീ മനസ്സിലായിക്കോളൂ. വാ. എന്റെ കാശൊക്കെ ഉണ്ടല്ലേ? ദേ പൈസ 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 നീ കൊടുത്തേക്ക്. എന്റെ അമ്മ എന്നെ ഇതിപ്പോ എങ്ങാട് പോയിട്ട് രക്ഷപ്പെടാനാണ്. ചേട്ടാ ഇവിടെ ആരുമില്ലേ? ആരാ? ഇപ്പൊ എങ്ങാട് പോകും? ഈ വഴിക്ക് പോവാ. വണ്ടി വണ്ടിക്കാണെങ്കിൽ എന്റെ മോയില് വിട്ട മോണ്ട്. എന്നാ പിന്നെ ഇങ്ങോട്ട് പോയേക്കാം. ഏടിയായിട്ട് വഴിയിൽ വരല്ലേ? എന്റെ അതൂരി ഇപ്പൊ കൊന്നാനെ മനുഷ്യന് ദേ വന്ന് വേറെ എടുക്കാൻ. എന്നാ ശരിയാക്കി തരടാ വന്നി. പിടിച്ചോടാ നിന്റെ സൈക്കിൾ വേഗം കിടക്കണോ? പോടാ അവിടുന്ന് പോടാ. എന്നോടാണ് കളി. എന്റെ അമ്മോ ഇത് വന്ദനത്തിൽ ജഗദീഷിന് പറ്റിയ പോലെ എന്റെ ചന്തി എന്റെ ദൈവമേ ഇത് എന്ത് മണ്ണാരോ. അയ്യോ അവിടെ മണ്ണാരടങ്ങനായിട്ട് പോട്ടെ. ഒരു ചായ വിത്തൗട്ട് വേണം. എന്താ മച്ചാൻ? കുറച്ച് പുഴുക്കലരി വേണമായിരുന്നു. ആവശ്യം പോലെ പുഴുക്കലരിയല്ലേ ഈ കുട്ടപ്പന്റെ കസ്റ്റഡിയിലിരിക്കുന്നത്. എത്ര വേണമെങ്കിലും തരാം മച്ചാനെ ഞാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൂത്തതാവുക? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. റേഷൻ കാർഡാണ് സത്യം. ഗോതമ്പ അത് വേണമെങ്കിൽ ഞാനൊരു 5 ചാക്ക് തരാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ അവിടുന്ന് വരണം. അവ സമയം എടുക്കാം. സമയമെടുക്കും. നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളെ പോലെയുള്ള അരിമാഫിയക്കാരുള്ളതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ഒരു കഞ്ഞി കുടിച്ചു പോകണം. ഞങ്ങളുടെ അരി തന്നെ ഞങ്ങൾക്ക് തന്നെ മറിച്ച് തന്നെ. അതെ അതെ അതെ. നിനക്കുള്ള ഗോതമ്പും അരിയും പഞ്ചസാരയും വന്നു കഴിഞ്ഞു. ഹാപ്പി ആയില്ലേ? ഇനി എന്താ മച്ചാനെ വേണ്ടത്? അല്ല എനിക്കിപ്പോ ഹാപ്പി ആയ എന്റെ കാര്യങ്ങളും ഭംഗിയായി. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങ എന്ത് പണ്ടാരോട് ഇങ്ങനെ വളഞ്ഞിരിക്കണം? എന്റെ അമ്മ എന്നെ വളഞ്ഞ വഴി പ്രസവിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ വളഞ്ഞിരിക്കുന്നത്. വെറുതെ അല്ലേ ഈ വധൂരി വഴി തെറ്റി പോയത്. ഇവരെ കടലിൽ കൊണ്ട് രാജു ബോംബ് വെക്കടാ. നമ്മുടെ ഉണ്ണി കാണിക്കടാ. ഉണ്ണി ബോംബാടാ. ഇതെന്താണ് സാധനം? നിറപറ ഗരം മസാല നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിറപറ കറി മസാല.